ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാട്ടുപാവൽ എന്ന പച്ചക്കറിയെ പറ്റിയാണ്. മോമോഡിക്ക ബാൽസാമിന എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതാണ് എൻ്റെ കയ്യിലുള്ള ആദ്യത്തെ വെറൈറ്റി. ഇതിൽ നമ്മുടെ സാധാരണ പാവയ്ക്ക പോലെ തന്നെ ഇതിൻ്റെ പുറത്തുള്ള മുള്ളുകളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ഇലയും വള്ളിയും നമ്മുടെ നാടൻ പാവലിൻ്റേതുപോലെ തന്നെയാണ്. ഇതിൻ്റെ ഇലകളുടെ വലിപ്പവും സെയിം തന്നെയാണ്. നാട്ടുപാവലിനോട് ഏറെ സാമ്യമുണ്ടെങ്കിലും ഇവയുടെ കായ്കളും വിത്തുകളും നാട്ടുപാവലിനേക്കാൾ ചെറുതാണ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ വെറൈറ്റി. ഇത് വളരെ ചെറിയ പാവലാണ്. ഒരു നെല്ലിക്കയുടെ പകുതി മാത്രം വലിപ്പമുള്ള ഒരു പാവയ്ക്കയാണ്. അതിന് നമ്മുടെ സാധാരണ പാവയ്ക്കയിൽ നിന്നും ഷേപ്പിലും അതിൻ്റെ പുറത്തുള്ള അരുമ്പുകളിലും എല്ലാം വളരെ വ്യത്യാസമുണ്ട്. അതിൻ്റെ മുള്ളുകൾ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ. അതുപോലെ അതിൻ്റെ ഇലയ്ക്കും നമ്മുടെ സാധാരണ പാവലിൻ്റേതിൽ നിന്നും വ്യത്യാസമുണ്ട്. പൂക്കളൊക്കെ നമ്മുടെ സാധാ പാവലിൻ്റേതുപോലെയാണ്. ഇലയുടെ അരികുകളൊക്കെ അല്പം വ്യത്യാസമുള്ള രീതിയിലാണ്. ഉണ്ടപ്പാവൽ, നെയ്പ്പാവൽ, കുട്ടത്തിപ്പാവൽ, കൊച്ചുപാവൽ, വേലിപ്പാവൽ, കുരുട്ടുപാവൽ, കുണ്ടുപാവൽ, ചുണ്ടപ്പാവൽ, വെൺപാവൽ, മരുന്നുപാവൽ, പ്രമേഹക്കൊല്ലിപ്പാവൽ, കാട്ടുകയ്പ എന്നൊക്കെ ഈ പാവയ്ക്ക അറിയപ്പെടുന്നു. നമ്മുടെ ഇന്ത്യയിൽ വിവിധ സ്റ്റേറ്റുകളിലായി 50-ൽ പരം ഇനങ്ങളിൽപ്പെട്ട കാട്ടുപാവലുണ്ട്. അവ ഓരോന്നും ഷേപ്പിലും സൈസിലും വ്യത്യാസമായിരിക്കും. കയ്പുണ്ടെങ്കിലും വളരെ രുചികരമായ ഒന്നാണ് കാട്ടുപാവയ്ക്ക മെഴുക്കുപുരട്ടി. ചെറിയ ഉള്ളി, പച്ചമുളക്, തേങ്ങാക്കൊത്ത് ഇവയിട്ട് മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയാൽ നല്ല രുചിയാണ്. വലിയ പാവയ്ക്കയേക്കാൾ പോഷക ഔഷധ ഗുണങ്ങളിൽ മുൻപനാണ് ഈ കുഞ്ഞൻ പാവൽ. സാധാരണ പാവലിൻ്റേതുപോലെ ശ്രദ്ധയോ പരിചരണമോ ആവശ്യമില്ലാതെ വേലിയിലോ മുറ്റത്തോ പന്തലിട്ട് പടർത്താനും പറ്റുന്ന ഒരു പാവലാണിത്. നവംബറിലാണ് ഇതിൻ്റെ വിത്തിടൽ. ഇതിൻ്റെ ഇലയും പ്രമേഹ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്ന കാട്ടുപാവൽ പ്രമേഹത്തിന് പരമ്പരാഗത ഔഷധമാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഗൾഫ് നാടുകളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ വളരെ വിലയുള്ള ഒന്നാണ് കാട്ടുപാവൽ. പച്ചക്കറി പരുവത്തിലുള്ള 100 ഗ്രാം കാട്ടുപാവയ്ക്കയിൽ 2.1 ഗ്രാം മാംസ്യം, 1 ഗ്രാം കൊഴുപ്പ്, 1.4 ഗ്രാം ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇവയുടെ ഇലകൾ പിഴിഞ്ഞെടുത്ത സത്ത് ത്വക്കിലുണ്ടാകുന്ന മുറിവ്, പൊള്ളൽ, പ്രാണികൾ, തേനീച്ചകൾ മുതലായവ കുത്തിയാലുണ്ടാകുന്ന ചൊറിച്ചിൽ എന്നിവയ്ക്കൊക്കെ ഫലപ്രദമാണ്. ആരോഗ്യത്തിനും ഔഷധത്തിനുമായി നമുക്കും ഇവയൊക്കെ നട്ടുവളർത്താം. താങ്ക് യു.